ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നെന്തായാലും ഇല്ലേ നമുക്കാണെങ്കിലില്ലേ ഗൈസ് എന്തായാലും അടുത്ത് മരം വെട്ടേണ്ട സ്ഥലങ്ങളൊക്കെ എന്തായാലും കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമുക്കെന്തായാലും ജുറാസിക് പാർക്കിലിങ്ങളൊക്കെയാണ് ഗൈസ് അടുത്ത മരങ്ങളൊക്കെ ഉണ്ട് വെട്ടേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളെന്തായാലും ഫ്രാങ്ക്ലിനും അതേപോലെ തന്നെ എല്ലാ നമ്മുടെ മരവെട്ട ടീംസിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ എന്തായാലും ഈ മരങ്ങളൊക്കെ എന്തായാലും JCB ഇട്ടാണ് കേട്ടോ വെട്ടാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ ഇത് കാറിട്ട് വെട്ടാൻ പറ്റത്തില്ല കേട്ടോ, ഇത് സാധാരണ മരമാണ്. ഓക്കെ, മറ്റേ നമ്മുടെ ആ ഒരു ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ അടുത്ത് നിൽക്കണില്ല, അതാണ് പവർഫുൾ മരമൊക്കെ, അത് വണ്ടികളൊക്കെ ഇട്ടേ പൊളിച്ച് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ഇപ്പം എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു ജുറാസിക് പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ എല്ലാ മരത്തിനെയും നമുക്ക് എടുക്കാനാണ്. എൻ്റെ മോനെ ഇഷ്ടം പോലെ മരങ്ങൾ കണക്കുണ്ട്. എന്തായാലും നമ്മുടെ ടീംസുകളൊക്കെ നല്ല പറഞ്ഞവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ 6 JCBയും പിന്നെ ഫ്രാങ്ക്ലിനുമായിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി നമുക്കെന്തായാലും ഇവിടെ വെളിയിൽ പാർക്ക് ചെയ്യാം, അകത്ത് പാർക്ക് ചെയ്യണം, അത്രയും സേഫ് അല്ലേ. ഓക്കെ, ഡൈനോസർ കാണുമായിരിക്കും. ഓക്കെ, ഇല്ലെന്നൊന്നും പറയണ്ട. ഓക്കെ, നമ്മൾ പിന്നെ ഫ്രണ്ട് ഏരിയയാണ് വെട്ടാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും കയറി നിൽക്കാം. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനും ടീമൊക്കെ എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ JCBകളും അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനും എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഡിഫൻഡറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ ടീം എല്ലാവരും കയറി ഫുൾ മരങ്ങൾ വെട്ടിയെടുക്കും ഗൈസ്. ഓക്കെ, എടാ ഫ്രാങ്ക്ലിന് നമുക്കിന്ന് ഈ സ്ഥലം മൊത്തത്തിൽ ക്ലിയർ ആക്കേണ്ടതാണ്. അണ്ണാ നമുക്ക് മൊത്തത്തിൽ ഈ സ്ഥലം മൊത്തത്തിൽ അങ്ങ് ക്ലിയർ ആക്കണം, ഫുൾ മരങ്ങൾ വെട്ടി അറുത്തെടുക്കണം. ആടെ ഫ്രാങ്ക്ലിന് നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നീയും കൂടെ ആദ്യത്തെ JCB എടുത്ത് മരങ്ങൾ മാക്സിമം വെട്ട്. അണ്ണാ ഞാനിതാ പോണ്. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഒരു JCBയിൽ കണക്ക് നൈസൈഡ് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഷ്പാണനങ്ങളൊക്കെ വണ്ടിയുടെ ഫ്രണ്ട് നിൽപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇവിടുത്തെ എല്ലാ മരത്തിനും അങ്ങനെ നൈസൈഡ് അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഡയറക്റ്റ് ആദ്യത്തെ മരങ്ങളൊന്നും എടുക്കണമല്ലോ, നമുക്കെന്തായാലും ഈ മരങ്ങളൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ, ഫുള്ളായിട്ട് നമുക്കെന്തായാലും എല്ലാത്തിനെയും അങ്ങ് അടിച്ചെന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, പിന്നെ ഈ ഒരു മരത്തിന് അത്യാവശ്യം നല്ല കട്ടികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് തള്ളി എന്തായാലും ഇങ്ങനെ അടിച്ചെന്തായാലും കയറ്റി കൊടുത്താൽ മതി. പിന്നെ ബാക്കി 2-3 ബുൾഡോസർ എന്തായാലും ഉണ്ട്. ഓക്കെ, ആ ബുൾഡോസർ ഇട്ട് എന്തായാലും അടിച്ച് പൊട്ടിച്ച് എന്തായാലും എടുത്തോളൂ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ നല്ലോണം എന്തായാലും ഓരോ മരങ്ങളായിട്ട് ഇടിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബുൾഡോസർ ഇട്ട് എന്തായാലും അവരെന്തായാലും അടിച്ചെടുത്തോളൂ. ഓക്കെ, നമുക്കെന്തായാലും ഒരടിയും കൂടെ എന്തായാലും കൊടുക്കണം കൈസ്. ഓക്കെ, നമുക്കെന്തായാലും കറക്കി എടുത്ത് ഒറ്റ അടിയും കൊടുക്കാം കൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു മരത്തിന് നമുക്ക് എന്തായാലും ഇനി എന്തായാലും അടിക്കാം. ഓക്കെ, അടിച്ചിട്ട് അവരെന്തായാലും ബുൾഡോസർ ഇട്ട് പൊടിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ JCB കൊണ്ട് ഇടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് മരത്തിന് ഡാമേജ് വരുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്തതിനെ പൊളിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അടുത്തതിനെ നമ്മളെന്തായാലും ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇനി കുറച്ച് ട്രക്ക് സാധനങ്ങളൊക്കെ വരാനായിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഓരോന്നിനും നമ്മളെന്തായാലും കൊണ്ടുപോയി ഇടിക്കുകയാണ്. അതിന് വെച്ചാൽ അവരെന്തായാലും അതിനെ എല്ലാത്തിനും അങ്ങ് മുറിച്ചെന്തായാലും എടുക്കും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും കുറേ നേരം എന്തായാലും മരങ്ങളെയൊക്കെ എന്തായാലും ഇടിച്ചിടിച്ചിരുന്നാലും സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ കുറേ മരങ്ങൾ നമ്മളങ്ങനെ ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ഫുൾ മരങ്ങൾ എന്തായാലും ഇവരെന്തായാലും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ട്രക്ക് എന്തായാലും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ട്രക്ക് വന്നിട്ട് വേണം ഈ മരങ്ങളെല്ലാം തന്നെ എന്തായാലും എടുത്ത് കയറ്റാനായിട്ട്. എന്തായാലും നമുക്കെന്തായാലും ഈ JCB കണക്ക് ഇങ്ങോട്ട് എന്തായാലും നീക്കിയിടാം കേട്ടോ. നമുക്കെന്നിട്ട് എന്തായാലും നേരെ എന്തായാലും തിരിച്ചെന്തായാലും നമ്മുടെ വീട്ടിൽ കണക്കെ പോകാം കേട്ടോ. നമുക്കെന്തായാലും നമുക്കിവിടെയുള്ള പണികളൊക്കെ എന്തായാലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോകാം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പോൾ നമുക്കെന്തായാലും അണ്ണനോട് പറഞ്ഞിട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും പുഷ്പാണ്ണനോട് നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും നേരെ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പോകാം കേട്ടോ. നമുക്കെന്തായാലും നേരെ എന്തായാലും തിരിച്ചെന്തായാലും നമ്മുടെ ആര് വീട്ടിലോട്ട് എന്തായാലും പോകാം കേട്ടോ. നമുക്കെന്തായാലും ഇന്നത്തെ ഇവിടുത്തെ പണികളൊക്കെ കഴിയട്ടെ. എൻ്റെ മോൻ ഇവിടെ റോഡിൽ ഇപ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഇവന്മാരെന്തോ പണിഞ്ഞതിൻ്റെ ഡിഫക്റ്റാണ്. ഇവിടെ പാർക്കൊക്കെ ഇവന്മാർ ഉണ്ടാക്കിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മരങ്ങളും കണക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഈ മരങ്ങളെ നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പം എന്തായാലും കേസ് നേരെ നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോകും. എന്നിട്ട് നമുക്കെന്തായാലും റെസ്റ്റ് എടുക്കാം കേസ്, എനിക്ക് ഒട്ടും തന്നെ വയ്യ. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനും അതേപോലെ നമ്മുടെ കുറേ ടീമുകൾ എല്ലാവരും കൂടെ ചേർന്ന് എന്തായാലും നമ്മുടെ ഈ ജുറാസിക് പാർക്കിലുള്ള കുറേ മരങ്ങളെയും കണക്കെ എന്തായാലും വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറേ മരങ്ങളും കണക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അതിനെല്ലാത്തിനും നമുക്കെന്തായാലും വെട്ടി അറക്കണം കേസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ട്രക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ട്രക്കിൽ നമുക്ക് ഇനി ഫുൾ മരങ്ങൾ ലോഡ് ചെയ്ത് നമ്മുടെ ഫാക്ടറിയിലോട്ട് അങ്ങ് കൊണ്ടുപോകണം. എന്നിട്ട് നമുക്ക് നല്ല അതിനെ വിറ്റ് നല്ല പൈസ ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിന് നമ്മൾ കുറേ പൈസ കൊടുക്കും. ഇവിടെ ഇപ്പോൾ എല്ലാവരും വെട്ടി ക്ഷീണിച്ച് വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ഏകദേശം 1000-ന് മേലെ മരങ്ങളും കണക്കെ ഓരോ വണ്ടി വെച്ച് വെട്ടി തറയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇഷ്ടം പോലെ മരം വെട്ടിയിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും ട്രക്ക് കയറ്റണം. 2-3 ട്രക്കിനെയും കൂടെ വിളിച്ചിട്ടുണ്ട്. ഇതിലൊന്നിലൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇതിന് പിന്നെ ഒരു ട്രെയിലറും കൂടെ എന്തായാലും വെക്കണം കേട്ടോ. അത് നമ്മൾ അങ്ങോട്ട് നീക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും കയറി എന്തായാലും നിൽക്കാം കേസ്. എന്തായാലും നമുക്കെന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാനുണ്ട്.
ഇതെന്താണ് എൻ്റെ മോനെ ഗൈസ്, കുറച്ച് പോലീസുകാരുടെ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കണം. എന്താണ് സംഭവം എന്ന് അറിയണ്ടോ? എനിക്ക് പോലീസുകാർ വല്ലതും വന്നാൽ നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് എനിക്ക് അറിയണം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് കുറേ പോലീസുകാരുടെ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കണം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പക്ഷെ എൻ്റെ മോനെ ഗൈസ്, ഇവിടെ കംപ്ലീറ്റ്ലി പോലീസുകളൊക്കെ വന്നേക്കാണ് കേട്ടോ. നൈസായിട്ട് പണി പാളിയേക്കാണ്. പക്ഷെ എൻ്റെ മോനെ ഗൈസ്, ഇഷ്ടം പോലെ പോലീസ് കൊണ്ടാണ്. എൻ്റെ മോൻ ഇതെല്ലാം എന്നെ പിടിക്കാൻ വന്നതാണ്. എനിക്ക് അറിഞ്ഞൂടാ കേസൊക്കെ. എന്നാലും പക്ഷെ ഞാൻ ആരാണെന്നൊന്നും ഈ പോലീസുകാർക്ക് അറിഞ്ഞൂടാ കേസൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് ഈ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ അമ്മമാരെ എല്ലാത്തിനും അടിച്ച് നൂത്തിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ട് കളയണം കേസൊക്കെ. നമ്മളെന്തായാലും മരങ്ങളെല്ലാം എൻ്റെ മോനെ, നമ്മുടെ എല്ലാ JCB നമ്മുടെ എല്ലാ വണ്ടികളെ ഉമ്മാരെടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഉമ്മാർ ഈ വണ്ടികൾ മൊത്തത്തിലെടുത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ താറും കാണാനല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തോന്നണേ. പക്ഷേ നമ്മുടെ വണ്ടികളും ഇല്ല കേസൊക്കെ. നമുക്കെന്തായാലും പോലീസുകാരുടെ അടുത്ത് എന്തായാലും പോയി നോക്കാം. യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ സാറേ, ഞാൻ ഇവിടുത്തെ മരങ്ങൾ എടുത്തോന്നല്ലേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം? മരങ്ങൾ കൊണ്ടല്ലേ പേപ്പറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ഇപ്പോൾ ചെയ്തത് വലിയ വലിയ തെറ്റാണ്. നീ ഇവിടുത്തെ എല്ലാ മരങ്ങളും എടുത്ത്. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നമ്മുടെ എല്ലാത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരങ്ങളൊക്കെ എടുക്കണം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് മരങ്ങളൊക്കെ ഇവിടെ വച്ചിട്ട് നീക്കി പൊയ്ക്കോ. അത് മാത്രമല്ല, നീ ഇപ്പം ഞങ്ങളോട് വരണം. ഒന്ന് പോയേ സാറേ, മര്യാദയ്ക്ക് വന്നോണം, അല്ലെങ്കിൽ എൻ്റെ വിധം നീ അറിയും. എന്താണ് സാറേ, ചുമ്മാ എന്നെ പേടിപ്പിക്കാതെ. ഞാൻ ആരാണെന്ന് സാറിന് അറിഞ്ഞൂടാ. ഓ പിന്നെ പുഷ്പ, ഞാൻ നിൻ്റെ കൂടെ ഒരിക്കൽ കൂടെ പറയണം, മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ വന്നോ. എന്നാൽ നിനക്ക് മര്യാദയ്ക്കിരിക്കുക, അല്ലെങ്കിൽ നിന്നെ അടിച്ചു നോക്കും. അങ്ങനെയാണ്, എന്നെ അടിക്കാൻ വാ, കാണണമല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണി പാളിയേക്കാണ് കേസൊക്കെ. എന്താണ് സംഭവം എന്ന് പറയണ കേസ്, നമ്മുടെ പുഷ്പ അണ്ണനല്ലേ കേസ്. നമ്മുടെ പുഷ്പ അണ്ണനെങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പോലീസുകാരുകളൊക്കെ നമ്മുടെ ഈ ജുറാസിക് പാർക്കിലുകളൊക്കെ വന്നേക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും കേസ് നമ്മുടെ അണ്ണനെങ്ങളൊക്കെ എന്തായാലും രക്ഷിക്കണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, നമുക്കെന്നാലും എങ്ങനെയെങ്കിലും കേസ് എന്തായാലും നമ്മുടെ പുഷ്പാണെ രക്ഷിക്കണം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യുമെന്നാണ് എനിക്ക് അറിഞ്ഞൂടെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാണ് ജുറാസിക് പാർക്ക് എന്ന് വെച്ചാൽ. അവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഒരു JCB ബാക്കിയുള്ള എല്ലാ വണ്ടികളും എടുത്ത് മാറ്റി കംപ്ലീറ്റ് ഫുള്ള് പോലീസുകാരുടെ വണ്ടിയാണ്. നമ്മൾ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മളെയും കൂടെ അവിടെ ആയിട്ട് പിടിക്കും കേട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ എന്ത് ചെയ്താൽ എന്തോ. ഓക്കെ, നമ്മുടെ JCBയും പുഷ്പാണൻ്റെ താറൊക്കെ. ഓക്കെ, എന്തായാലും അതൊന്നും എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും അണ്ണനെ രക്ഷിച്ചേ പറ്റുമോ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി പോലും കുഴപ്പമില്ല. നമുക്കെന്തായാലും ചാടി നേരെ ഈ പാർക്കിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കാം. എൻ്റെ മോനെ കേസ്, നൈസായിട്ട് അത് പാളിയേക്കാണ് കേസൊക്കെ. വണ്ടിയുടെ ഡോറിലായി പോയി കാണും. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് അണ്ണൻ രക്ഷിക്കണം കേസൊക്കെ. ഈ റാമ്പ് ചാടി നമുക്ക് ആ ജുറാസിക് പാർക്കിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അതെനിക്ക് അറിയണം. ഞാൻ എന്തായാലും വണ്ടികളൊക്കെ ഫുള്ള് റിവേഴ്സ് എടുത്തിട്ട് കയറാണ്. ഇന്ന് ഈ ഫ്രാങ്ക്ലിൻ ആരാണെന്ന് ഇവന്മാർ അറിയും കേസൊക്കെ. ഞാൻ ഇവിടെ ഇപ്പോൾ പുഷ്പാണനെ ആർക്കും തൊടാൻ പറ്റില്ല കേസൊക്കെ. നമ്മുടെ ഇവിടുത്തെ ഒരു വർക്കറാണ് പിടിച്ചോർക്ക്. എൻ്റെ മോനെ, പുഷ്പാണ അവിടെ നിപ്പുണ്ട്. ഫുള്ള് പോലീസാണ്. എൻ്റെ പ്ലാൻ ചാടി നേരെ എൻ്റെ അകത്തോട്ട് കയറാനാണ്. ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മളെ അവന്മാർ കത്തിക്കും കേസൊക്കെ. പവർഫുൾ പോലീസുകാരന്മാരാണെങ്കിൽ എൻ്റെ മോനെ ഇതും പാളിയേക്കാണ്. അങ്ങൻ്റെ അകത്തൊന്ന് എത്താൻ പറ്റിയെന്നേ കൊള്ളായിരുന്നു കേസൊക്കെ. ഈ വണ്ടി പൊളിഞ്ഞാൽ എനിക്ക് ഒരു വിഷമമില്ല. പക്ഷെ പുഷ്പാണനെ തുടരാൻ എനിക്ക് ഇഷ്ടമല്ല കേസൊക്കെ. അണ്ണനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം കേസൊക്കെ. അണ്ണനാണെങ്കിൽ ഈസി ആയിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വെച്ചാൽ പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഗണ്ണ്, റോക്കറ്റ് ലോഞ്ചറും മിനി ഗണ്ണും എല്ലാം ഉണ്ട് കേസൊക്കെ. പക്ഷെ എന്നാലും കേസ് നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും അണ്ണനെ രക്ഷിച്ചേ പറ്റുമോ കേസ്. ചിലപ്പോൾ അണ്ണ വെടിക്കും അവന്മാർ തിരിച്ച് വെടിയിക്കാൻ ചാൻസ് ഉണ്ട് കേസൊക്കെ. നമുക്കെന്തായാലും കറക്റ്റ് സൈഡ് നോക്കി ഒറ്റ ചാട്ടാൻ വെച്ചു കൊടുക്കാം കേസൊക്കെ. ഞാൻ എന്തായാലും ചാടാൻ പോവാണ്. എൻ്റെ മോനെ അതും ഫെയിലായേക്കാണ്. ഇത് എന്താണ് കേസൊക്കെ, എനിക്ക് അറിഞ്ഞൂടാ കേസൊക്കെ. പക്ഷെ എൻ്റെ മോനെ നമ്മളതാണ്ട് അടിച്ച് താണ്ട വീണേക്കാണ്. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് ഈ ഒരു ജുറാസിക് പാർക്കിലോട്ട് കയറ്റി പറ്റും. എനിക്ക് നൈസായിട്ടൊരു പ്ലാനുണ്ട്. ഇതിൻ്റെ അകത്തൂടെ ചാടാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. ചാടാൻ പറ്റില്ല, വേറൊരു പ്ലാനുകളൊക്കെ ഉണ്ട്. വണ്ടി നേരെ ഒരച്ചൊരച്ച് ഒറ്റ എടുത്ത് ചാട്ടമൊക്കെ. പക്ഷേ ഈ ഒരു അടി അടിക്കുമ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. വണ്ടിയൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ അത് ചെയ്യാനായിട്ട് എന്തായാലും പോവേണം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ല രീതിക്ക് എന്തായാലും വണ്ടികളൊക്കെ റേസ് ചെയ്തിട്ട് കൊണ്ട് ഉരയ്ക്കാനായിട്ട് വേണം. റേസ് ചെയ്തിട്ട് ഒറ്റ ചാട്ടം, അപ്പോൾ നേരെ അകത്ത് വീഴുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കിയൊക്കെ. പക്ഷെ എൻ്റെ മോനെ, നമ്മൾ അത് സക്സസ് ആയില്ല കേസൊക്കെ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായി പോയേക്കാണ്. അടിപൊളി കേസ്. ഓക്കെ, ഇങ്ങനെ ഒരു നൈസൊരു പ്ലാൻ ആയേക്കാണ്. എനിക്കൊരു ഐഡിയകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് ചാടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. നമുക്കെന്തായാലും ഇനി കയറാം. എൻ്റെ മോനെ അത് വർക്കായേക്കാണ്. പക്ഷെ എൻ്റെ മോനെ നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഇതെന്താ എൻ്റെ മോനെ തലമണ്ട നോക്കിയാൽ അടി കിട്ടിയിട്ടുണ്ട്.
പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് എന്നാലും അകത്ത് കയറിയേ പറ്റും. ഞാൻ എന്തായാലും മാക്സിമം അകത്ത് കയറാൻ നോക്കട്ടെ. നമ്മളങ്ങനെ ഒരു പാടോട്ട് നമ്മളങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കൂടെ എടുത്തിട്ട് ഒറ്റ ചാട്ടം ചാടി നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറിക്കണം. എൻ്റെ അത് ഇഷ്ടം പോലെ ഡൈനോസറാണ്. എൻ്റെ മോനെ നമ്മുടെ പുഷ്പണ്ണനാണെങ്കിൽ അവന്മാരുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അവന്മാരെന്തൊക്കെയോ ചോദിച്ചുകൊണ്ടെന്നാലും നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ഈ കാട്ടിനിടയിൽ കൂടെ ഓടണം. അവന്മാരെങ്ങാനും സ്പോട്ട് ചെയ്ത് ഒറ്റ വെടി കിട്ടിയത് എൻ്റെ കാര്യം തീരുമാനമായി. പേടിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഗണ്ണുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടികളൊന്നും തന്നെ അല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് റോക്കറ്റ് ലോഞ്ചർ എടുത്ത് അടിക്കാൻ പറ്റും. എൻ്റെ മോനെ പുഷ്പണ ഓടിക്കോ. എവിടെ ഫ്രാങ്ക്ലിനെ നീ വന്നോടോ, ടാങ്കിയുടെ ഫ്രാങ്ക്ലിനെ. എവിടെ ഫ്രാങ്ക്ലിനെ, ഞാനും എൻ്റെ ഗണ്ണ് എടുക്കട്ടെ, എന്നിട്ട് ഇവന്മാരെ എല്ലാത്തിനും അടിച്ചോടിക്കുക. പക്ഷെ എൻ്റെ മോൻ നീ കറക്റ്റ് ടൈമിലാണ് വന്നത്. ഇവന്മാരെന്നെ ഫയർ ചെയ്യാൻ പോയതാണ്. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ പുഷ്പാണനെ ചെയ്യാൻ സമ്മതിക്കില്ല. ഇവന്മാരെ എല്ലാ എണ്ണത്തിനും ഇന്നത്തോടെ എന്നെ അടിച്ചൊതിക്കാൻ പോകണം. ഓക്കെ, പക്ഷെ എൻ്റെ മുമ്പ് പോലീസുകാരുടെ എല്ലാ വണ്ടിയും കത്തിക്കുകയാണ് നമ്മളൊക്കെ. ഇതെന്താണ് പോലീസുകാരന്മാർ ഇങ്ങോട്ട് വരാനായിട്ട് അടി ഉണ്ടാക്കിയാണെന്നാണ് വന്നതാണ്. വണ്ടിക്ക് തലോതനെ മറിഞ്ഞിടക്കണേ. ഇവന്മാരെ എല്ലാ വണ്ടിയും അടിച്ച് വാരാണ് നമ്മൾ. ഒന്നും നോക്കണില്ല, ഇവന്മാർക്ക് ഇനി വണ്ടിയേ വേണ്ട. പോലീസുകാരുടെ വണ്ടിയെല്ലാം നമ്മളങ്ങനെ കത്തിച്ച് വാരിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുമ്പ് എല്ലാം ചാമ്പലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിച്ചാൽ ജുറാസിക് പാർക്കിൻ്റെ വെളിയിലറിയാം. എൻ്റെ മോനെ ഇതിനെടുത്തറിയാം. എൻ്റെ അത് പറന്നൊക്കെ കണ്ട പോവുകയാണ്. അതെവിടെയാണ്? പക്ഷെ എൻ്റെ അത് പറന്നടിച്ച് എങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ അണ്ണാ പെട്ടെന്നാ. എടാ ഫ്രാങ്ക്ലിനോ, നീ എന്നെ കറക്റ്റ് ടൈമിനാണോ രക്ഷിച്ചോ? അല്ലെങ്കിൽ ഇവന്മാർ എന്നെ ഫയർ ചെയ്യാൻ പോയതാണ്. ഇവന്മാർ ഫയർ ചെയ്താലും ഞാൻ നല്ല സുഖമായിട്ട് തന്നെ ചാടി രക്ഷപ്പെടും. എന്നാലും ടാക്സിടാ, നീ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ രക്ഷിച്ചല്ലോ. ആ അണ്ണാ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഇതെൻ്റെ കടമയല്ലേ. അണ്ണ എൻ്റെ സ്വന്തം അണ്ണനല്ലേ. ടാങ്ക്സോടെ ഫ്രാങ്ക്ലിന്. ഇതിന് പകരം ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് എനിക്കറിയടാ. ഒന്നും വേണ്ട ഒന്നും വേണ്ട അണ്ണ, എനിക്ക് മാസാമാസം കുറച്ച് പൈസ തന്നാൽ മതി. ആടാ, അത് ഞാൻ കറക്റ്റ് എടുത്ത് തരും. പക്ഷെ അതല്ലാതെ ഞാൻ നിനക്കൊരു അടിപൊളി ഗിഫ്റ്റ് തരും. കാരണം നീ എന്നെ ജീവനാണ് രക്ഷിച്ചത്. ആ അണ്ണ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വെച്ച് ഗൈസ് നമ്മുടെ ഒരു പുഷ്പ സീരീസുകളൊക്കെ എന്തായാലും എൻ്റെ ആവണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുഷ്പ 2 സീരീസുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യണം. സത്യത്തിൽ ഗൈസ് ഇതൊന്നും നമ്മുടെ സിനിമയിലുള്ള സീനല്ല, കുറച്ചൊക്കെ ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റിങ്ങുകളൊക്കെ ചെയ്തതാണ്. ഓക്കെ, ആരും അതേപോലെ അല്ലെന്ന് എന്തായാലും പറയല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. നമ്മുടെ സെക്കൻഡ് ചാനലെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് ഇനിയും 4 എണ്ണം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ വീഡിയോ. ഓക്കെ, എന്നാലും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഗെയിം പ്ലേയും കഴിയത്തുള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പുഷ്പ സീരീസ് തീർന്നിട്ട് നമ്മളെന്തായാലും ഉടനെ തന്നെ എന്തായാലും ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിലൂടെ ആരെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.